പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കഫർനാമിലെ സിനഗോഗിൽ യേശു അധികാരത്തോടെ പഠിപ്പിക്കുന്നത് കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെടുന്ന ദൃശ്യമാണ് സുവിശേഷകൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. നിയമജ്ഞരെ പോലെയല്ല, മറിച്ച് വചനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ അധികാരത്തോടെയാണ് അവിടുന്ന് സംസാരിച്ചത്. ഈ അധികാരം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് തിന്മയുടെ ശക്തികളെ നിർവീര്യമാക്കുന്ന സ്വർഗീയ ശക്തിയാണ്. സിനഗോഗിലുണ്ടായിരുന്ന അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അസ്വസ്ഥനാകുന്നത് നാം കാണുന്നു. നസ്രാനായ യേശുവേ, നിനക്ക് ഞങ്ങളുമായി എന്ത് കാര്യം എന്ന ചോദ്യം പ്രകാശത്തിന് മുന്നിൽ ഇരുളിനുള്ള ഭയമാണ് വെളിപ്പെടുത്തുന്നത്. യേശുവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് തിരിച്ചറിയാൻ അശുദ്ധാത്മാവിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. നമ്മൾക്കോ? നിശബ്ദനായിരിക്കുക, ഇവരിൽ നിന്ന് പുറത്തു പോകുക എന്ന ക്രിസ്തുവിൻ്റെ ശാസനയ്ക്ക് മുന്നിൽ തിന്മയുടെ ശക്തികൾക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റ് വഴികളൊന്നുമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ആന്തരിക സംഘർഷങ്ങളിലും പാപത്തിൻ്റെ അസ്വസ്ഥതകളിലും ക്രിസ്തുവിൻ്റെ ഈ അധികാരമുള്ള വാക്കിനായി നമുക്കും കാത്തിരിക്കാം. യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി കേവലം ഒരു രോഗശാന്തിയല്ല, മറിച്ച് ദൈവരാജ്യം സാത്താൻ്റെ രാജ്യത്തിന്മേൽ വിജയം വരിക്കുന്നതിൻ്റെ അടയാളമാണ്. ക്രിസ്തുവിൻ്റെ വാക്കിന് പ്രകൃതിയെയും മനുഷ്യനെയും തിന്മയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. പുതിയൊരു പ്രബോധനം അധികാരത്തോടെ നൽകുന്ന യേശുവിനെ നോക്കി ജനക്കൂട്ടം വിസ്മയിക്കുമ്പോൾ ആ അത്ഭുതം നമ്മുടെ ഹൃദയങ്ങളിലും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും പകയുടെയും അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ അവിടുത്തെ ഇരുതല മുനവാൾ വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. വചനമാംസമായി അവതരിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം തിന്മയുടെ തടവറയിൽ നിന്ന് മോചിതരാകുന്നു എന്ന് തിരിച്ചറിയണം. കഫർനാമിലെ ആ സിനഗോഗ് പോലെ നമ്മുടെ ഹൃദയങ്ങളും അവിടുത്തെ അധികാരമുള്ള സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. വിനയത്തോടെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യേശുവിൻ്റെ കീർത്തി പടർന്നതുപോലെ നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അവിടുത്തെ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. വിശ്വാസത്തോടെ അവിടുത്തെ അധികാരത്തിന് കീഴടങ്ങിക്കൊണ്ട് നമുക്ക് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.